ഫാന്റാസ്റ്റിക് അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നമ്മൾ മിൽക്ക് പ്രോസസ് ചെയ്യാൻ വേരിയസ് മെത്തേഡ്സ് യൂസ് ചെയ്യും. ലൈക്ക് പാസ്ചറൈസേഷൻ ഉണ്ട്, ബാക്ടോഫ്യൂഗേഷൻ, അതുപോലെ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ്. അപ്പോൾ ഇങ്ങനെ പല മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ആ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ അതിനകത്ത് വരുന്നിട്ടുള്ള മൈക്രോബയോളജിക്കൽ ആസ്പെക്ട്സ് എന്താണ്, അതായത് പോസ്റ്റ് സ്റ്റെറിലൈസേഷൻ, പോസ്റ്റ് പാസ്ചറൈസേഷൻ കഴിഞ്ഞിട്ട് അതിനകത്ത് സർവൈവ് ചെയ്യുന്ന ഓർഗാനിസംസ് എന്തൊക്കെയാണ്, അതിൻ്റെ കാരണം എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, മിൽക്ക് എന്ന് പറയുന്ന ഒരു എക്സലന്റ് ഗ്രോത്ത് മീഡിയം ആണ്. ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, 87% ഓഫ് വാട്ടർ, ദെൻ lactose and proteins, minerals and vitamins, and all these are required for എന്താണ് microbial growth അല്ലേ. അപ്പോൾ microbial growth നന്നായിട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, റോ മിൽക്കിൽ എന്തൊക്കെ കാണും നമ്മളിതും ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ കാണും, കോളിഫോംസ് കാണും, സൈക്കോട്രോപ്സ് കാണും, സ്പോർ ഫോമേഴ്സ് കാണും, പിന്നെ മൈക്രോകോക്കെ, സ്ട്രെപ്റ്റോകോക്കൽ സ്പീഷീസ്, ഇങ്ങനെ കുറേ ഓർഗാനിസംസ് എവിടെ കാണും, റോ മിൽക്കിൽ പ്രസന്റ് ആണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെയും പോകുന്നില്ല. ഓക്കെ, പിന്നെ പത്തോജൻസ് ഉണ്ടാവും, അത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ജസ്റ്റ് ഒന്ന് പറയാം ഏതൊക്കെയാണ് കോമൺ പത്തോജൻസ് ദാറ്റ് ഇസ് ഫൗണ്ട് ഇൻ മിൽക്ക്. സാൽമണല്ല കാണാറുണ്ട്, ദെൻ ലിസ്റ്റീരിയ മോണോസൈറ്റോജൻസ്, ഈക്കോളൈയുടെ O157H7, ഓക്കെ, then Staphylococcus aureus, Mycobacterium bovis, Brucella abortus, ഇങ്ങനെയുള്ള പത്തോജൻസ് ആണ് കോമൺ ആയിട്ട് മിൽക്കിനകത്ത് നിന്ന് കാണുന്നത്. ഇവരല്ലാതെ മറ്റ് ഓർഗാനിസംസും വരാം, ബട്ട് മോസ്റ്റ് കോമൺലി ഈ പറഞ്ഞ ആൾക്കാരൊക്കെയാണ് മിൽക്കിൽ പത്തോജനിക് ആയിട്ട് കാണാറുള്ളത്. ഓക്കെ, then മിൽക്ക് പ്രോസസ്സിങ്ങിന്റെ ഉദ്ദേശം എന്താണ്, എന്തിനാണ് നമ്മൾ മിൽക്ക് പ്രോസസ്സിങ് ചെയ്യുന്നത്? Milk processing aims to destroy the pathogens. പത്തോജൻസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം. സ്പോയിലി ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസംസ്, മിൽക്ക് സ്പോയിലേജ് ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ നമ്പർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട്, ദെൻ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി, മിൽക്കിന്റെ സേഫ്റ്റിയും ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മിൽക്ക് പ്രോസസ്സിങ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മിൽക്ക് പ്രോസസ്സിങ് എയിംസ് ടു ഡിസ്ട്രോയ് ദ പത്തോജൻസ്, reduce the spoilage microorganisms, extend shelf life, and improve safety and quality. Okay, നമുക്ക് ഓരോ മെത്തേഡ്സ് നോക്കാം. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? പാസ്ചറൈസേഷൻ ആണ് അല്ലേ. നമുക്കെല്ലാം അറിയാം പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, മിൽക്കിനെ ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് നടത്തുക, മിൽക്കിൽ ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് നടത്തുക. അപ്പോൾ എന്ത് സംഭവിക്കും, മോസ്റ്റ് ഓഫ് ദ പത്തോജനിക് മൈക്രോ ഓർഗാനിസംസും അവിടെ ഡിസ്ട്രോയ് ആവും വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ന്യൂട്രീഷണൽ വാല്യൂ. മിൽക്കിന്റെ ന്യൂട്രീഷണൽ വാല്യൂനോ ഫ്ലേവറിനോ ഒന്നും പറ്റാതെ നമ്മൾ എന്താണ് മൈക്രോ ഓർഗാനിസത്തിനെ പത്തോജനിക്, മെയിൻലി പത്തോജനിക് മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് പാസ്ചറൈസേഷൻ. ഓക്കെ, എന്താണ് ഡെഫിനിഷൻ? പാസ്ചറൈസേഷൻ is the heat treatment of milk sufficient to destroy all the pathogenic microorganisms that is likely to be present without significantly affecting the nutritional value and flavor. Okay, and ഈ പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞ പേര് വരുന്നത് due to the discoverer ആരാണ്? Louis Pasteur ആണ് ഡിസ്കവർ ചെയ്തത്. സോ for his recognition pasteurization എന്ന് നെയിം ചെയ്തു. ഓക്കെ, ആൻഡ് ഈ പാസ്ചറൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? പബ്ലിക് ഹെൽത്ത് ഒബ്ജക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഒബ്വിയസ്ലി പത്തോജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ലൈക്ക് നമ്മൾ മുമ്പേ പറഞ്ഞ പത്തോജൻസ്, മൈക്കോബാക്ടീരിയം ബോവിസ്, ബ്രൂസെല്ല, സാൽമണല്ല, ലിസ്റ്റീരിയ, കോക്സിയെല്ല, ഇങ്ങനെയുള്ള പത്തോജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പോയിലേജ് ഓർഗാനിസംസിനെ കുറയ്ക്കുക, മിൽക്കിലുള്ള സ്പോയിലേജ് ഓർഗാനിസത്തിന്റെ നമ്പർ കുറയ്ക്കുക, ആൻഡ് അതുപോലെ തന്നെ ഷെൽഫ് ലൈഫ് കൂട്ടുക, മിൽക്കിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടുക. ഈ രണ്ട് കൊമേഴ്ഷ്യൽ ഒബ്ജക്റ്റീവും കൂടിയാണ് പാസ്ചറൈസേഷന് ഉള്ളത്. ഓക്കെ, then about the types of pasteurization. പാസ്ചറൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെയിൻ ആയിട്ട് 3 ടൈപ്സ് ആണുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് low temperature long time
Second one is high temperature short time, and third one ultra high temperature. Okay, നമുക്കെല്ലാം ഫെമിലിയർ ആണ് അല്ലേ? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് LT അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചർ ലോങ് ടൈം. പേരിൽ തന്നെ ഉണ്ട്, ടെമ്പറേച്ചർ കുറവായിരിക്കും. ദാറ്റ് ഈസ് ഒരു 63 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ബട്ട് ടൈം കൂടുതലാണ്, ലോങ് ടൈം 30 മിനിറ്റ്സ് നമ്മൾ 63 ഡിഗ്രിയിൽ ഹീറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇതിനെ ബാച്ച് മെത്തേഡ് എന്നും ഹോൾഡിംഗ് മെത്തേഡ് എന്നും നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇതാണ് ഓൾഡസ്റ്റ് മെത്തേഡ്. Then next is high temperature short time or HTST. Widely നമ്മൾ കേട്ടിട്ടുള്ളതാണ് HTST എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ലെവലിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് HTST തന്നെയാണ്. ആൻഡ് അവിടെ ടെമ്പറേച്ചർ 72 ഡിഗ്രി ഫോർ 15 സെക്കൻഡ്സ്. ടെമ്പറേച്ചേഴ്സ് ഒക്കെ വെരി ഇമ്പോർട്ടൻറ്റ്. 72 ഡിഗ്രി ഫോർ 15 സെക്കൻഡ് ആണ് HTSTയിൽ വരുന്നത്. And it is also known as continuous process. Okay, batch method അല്ലെ batch processing എന്ന് പറയുന്നത് LT. HTST എന്ന് പറയുന്നത് it is a continuous process. Then ultra high temperature ആണ് ലാസ്റ്റ് വൺ. അത് 1950-ലാണ് ഡെവലപ്പ് ചെയ്തത്. അവിടെ 135 to 150 ഡിഗ്രി ഹൈ ടെമ്പറേച്ചറിൽ വളരെ കുറച്ച് നേരം, അതായത് ചിലപ്പോൾ 1 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 2 to 3 സെക്കൻഡ്സ് അത്രയൊക്കെ നമ്മൾ അൾട്രാ ഹൈ ടെമ്പറേച്ചർ വെക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ pasteurization is mainly of 3 types: low temperature, long time, high temperature short time, ultra high temperature. Low temperature temperature is 63 degree for 30 minutes. HTST ആണെങ്കിൽ 72 degree Celsius for 15 seconds, and UST ആണെങ്കിൽ 135 to 150 for 1 or few seconds. Then microbiological effects നോക്കുകയാണെന്നുണ്ടെങ്കിൽ most of the vegetative cells are destroyed. Mainly pathogenic organisms ഒക്കെ destroy ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ pathogenic organismsന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ most of them survive only at 37 degree അല്ലേ? മീസോഫൈൽസ് ആയിരിക്കും മിക്കവരും. അതുകൊണ്ട് എന്താണ്, അവരെ ഹൈ ഹീറ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം കില്ലായി പോകും. വെജിറ്റേറ്റീവ് സെൽസ് ആണെങ്കിൽ അവർ കില്ലായി പൊക്കോളും. ഓക്കെ, അപ്പൊ വെജിറ്റേറ്റീവ് സെൽസ് ഓഫ് സാൽമോണല്ല, ലിസ്റ്റീരിയ, ബ്രൂസെല്ല, ഈക്കോളൈ ആൻഡ് കമ്പൈലോബാക്ടർ മുതല, ഇത്രയല്ല, ഇതിൽ കൂടുതലുണ്ട്, സ്റ്റഫൈലോകോക്കസ് ഒക്കെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഓൾമോസ്റ്റ് എല്ലാ പാത്തോജനിക് ഓർഗാനിസംസിനെയും ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് സാധിക്കും പാസ്ചറൈസേഷൻ വഴി. ഓക്കെ, ഇനിയും പാസ്ചറൈസേഷൻ സർവൈവ് ചെയ്യുന്ന ആരൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് റെസിസ്റ്റന്റ് ഓർഗാനിസം സർവൈവ് ചെയ്യും, തെർമോഡ്യൂറിക് ബാക്ടീരിയാസ് സർവൈവ് ചെയ്യും, ചില മൈക്രോകൊക്കൈ, എൻഡ്രോകൊക്കൈ, ബാസിലസ് സ്പോർസ് ആൻഡ് ക്ലോസ്ട്രീഡിയം സ്പോർസ്. സ്പോർസ് ഓഫ് കോഴ്സ് നമുക്കറിയാം, സ്പോർസ് എന്ത് ചെയ്യും, എപ്പോഴും ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്ന് അതിനെയൊക്കെ തരണം ചെയ്യും അല്ലെ? അപ്പൊ സ്പോർസ് എല്ലായിടത്തും കാണും. ആൻഡ് തെർമോഡ്യൂറിക് ബാക്ടീരിയ കാണും. ചില മൈക്രോകൊക്കയും എൻഡ്രോകൊക്കയും എന്താണ്, പാസ്ചറൈസേഷനെ സർവൈവ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താ തെർമോഡ്യൂറിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തെർമോഡ്യൂറിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are the organism that can survive pasteurization but do not grow well at those temperatures. Okay, thermoduric എന്ന് പറഞ്ഞാൽ അവർക്കത് എന്താ പറയാ, എതിർത്ത് നിൽക്കാൻ പറ്റും. അതായത് ആ ഒരു പാസ്ചറൈസേഷൻ ടെമ്പറേച്ചറിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിൽ അവർ നന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നില്ല, പക്ഷെ അവർ സർവൈവ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലൊക്കെ വെച്ച് കഴിയുമ്പോൾ ആ ബാക്ടീരിയക്ക് അഗെയിൻ നന്നായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഓർഗാനിസംസിനെയാണ് തെർമോഡ്യൂറിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് തെർമോഡ്യൂറിക് ഓർഗാനിസംസ് ആർ ബാസിലസ്, മൈക്രോകോക്കസ്, എൻഡ്രോകോക്കസ് സ്പീഷീസ് ഒക്കെയാണ് തെർമോഡ്യൂറിക് ബാക്ടീരിയാസിന്റെ എക്സാമ്പിൾസ്. ഓക്കെ, ആൻഡ് എവിടെ നിന്നൊക്കെയാണ് ഈ തെർമോഡ്യൂറിക് ബാക്ടീരിയാസ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഡേർട്ടി എക്യുപ്മെന്റ്സ് വഴിയോ ബയോഫിലിംസ് വഴിയോ മിൽക്കിംഗ് യൂട്ടൻസിൽസ് വഴിയൊക്കെ ഈ തെർമോഡ്യൂറിക് ബാക്ടീരിയാസ് മിൽക്കിൽ എത്തിപ്പെടാം. Okay, by thermoduric organisms are those which survive pasteurization temperature but do not grow well at those temperature. Okay. Then phosphatase test. നമ്മൾ പാസ്ചറൈസേഷൻ എഫിഷ്യൻ്റ് ആയിട്ടാണോ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഈ ഫോസ്ഫറ്റേസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദിസ് ഫോസ്ഫറ്റേസ് ടെസ്റ്റ് അല്ലെങ്കിൽ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന എൻസൈം പ്രോപ്പർ പാസ്ചറൈസേഷൻ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡിസ്ട്രോയിഡ് ആവും. ഓക്കെ, മിൽക്കിൽ കാണത്തില്ല എന്ത് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്. അപ്പോൾ പോസിറ്റീവ് ഫോസ്ഫറ്റേസ് ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ പാസ്ചറൈസേഷൻ പ്രോപ്പർ ആയിട്ട് നടന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നെഗറ്റീവ് ആണെങ്കിൽ
എന്താണ് പ്രോപ്പർ പാസ്ചറൈസേഷൻ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ആണ് എന്താ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് മിൽക്കിൽ പ്രസന്റ് ആണ്. അപ്പൊ മിൽക്കിൽ പ്രസന്റ് ആണ്, പാസ്ചറൈസേഷൻ നടന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഫോസ്ഫറ്റേസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് എൻസൈം ആണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്? ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനിയും പാസ്ചറൈസ് ചെയ്തിട്ടുള്ള മിൽക്കിന്റെ ഷെൽഫ് ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി 4 to 7 ഡേയ്സിലാണ് വെക്കുന്നത്. റെഫ്രിജറേറ്റ് ചെയ്യണം. 4 ഡിഗ്രി സെൽഷ്യസിൽ റെഫ്രിജറേറ്റ് ചെയ്താൽ 4 to 7 ഡേയ്സ് വരെയൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് മെയിൻ സ്പോയിലേജ് ഓർഗാനിസം ഇൻ പാസ്ചറൈസ്ഡ് മിൽക്ക് ആർ സൈക്കോട്രോഫിക് സർവൈവേഴ്സ്, അതായത് സൈക്കോട്രോഫിക് ബാക്ടീരിയാസ്. പിന്നെ പാസ്ചറൈസേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ മിൽക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ അവിടെ കണ്ടാമിനേഷൻ ഉണ്ടാവാം. ആ പാത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ നിന്നോ മിൽക്കിന് കണ്ടാമിനേഷൻ ഉണ്ടാക്കാം. പോസ്റ്റ് പാസ്ചറൈസേഷൻ കണ്ടാമിനൻസും വഴിയും സ്പോയിലേജ് നടക്കാം. ഓക്കെ, ഇനി സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ടും സ്പോയിലേജ് നടത്താറുണ്ട്. സെക്കൻഡ് വൺ ഇസ് ബോയിലിംഗ് ഓഫ് മിൽക്ക്. ഓക്കെ, നമുക്കറിയാം മിൽക്ക് നമ്മൾ തിളപ്പിക്കുക. സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ അത്രേ ഉള്ളൂ അല്ലേ. ഹീറ്റിംഗ് ഓഫ് മിൽക്ക് ടു 100 ഡിഗ്രി സെൽഷ്യസ് അണ്ടർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നോർമൽ പ്രഷറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മിൽക്ക് 100 ഡിഗ്രിയിൽ ബോയിൽ ചെയ്യിപ്പിക്കുന്നു. അതിനെയാണ് നമ്മൾ ബോയിലിംഗ് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ കോമൺ ആയിട്ട് വീടുകളിലൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് ചില ഡെവലപ്പിംഗ് കൺട്രീസിൽ ഈ പാസ്ചറൈസേഷൻ ഒന്നും പ്രോപ്പർ ആയിട്ട് നടക്കാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഇപ്പോഴും ഈ ബോയിലിംഗ് ഓഫ് മിൽക്ക് തന്നെയാണ് പ്രോപ്പർ മെത്തേഡ് ഓഫ് മിൽക്ക് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറയാ, ഇതിന്റെ മൈക്രോബയോളജിക്കൽ സിഗ്നിഫിക്കൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്ചറൈസ്ഡ് മിൽക്കിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബോയിലിംഗ് ഓഫ് മിൽക്ക് അത്ര നല്ല മെത്തേഡാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന്റെ ന്യൂട്രിയൻസ് ഒക്കെ നഷ്ടപ്പെടാറുണ്ട്, മിൽക്കിന്റെ ടേസ്റ്റ് ഓൾട്ടർ ആവാറുണ്ട്. ആൻഡ് അതുപോലെ തന്നെ റോ മിൽക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബോയിൽഡ് മിൽക്ക് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സേഫർ ആയിരിക്കും. ഓക്കെ, ബട്ട് ഇറ്റ് ഇസ് നോട്ട് കൊമേഴ്ഷ്യലി സ്റ്റാൻഡർഡൈസ്ഡ്. നമുക്ക് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. ഓക്കെ, ഇനിയും വെജിറ്റേറ്റീവ് പാത്തോജൻസിനെ ഡിസ്ട്രോയ് ചെയ്യും. ലൈക്ക് കോളിഫോംസ്, ലാക്ടിക് ആസിഡ് ബാക്ടീരിയാസ്, മോൾഡ്, ഈസ്റ്റിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യും. ആൻഡ് സ്പോർസ്, ബാസിലസ്, ക്ലോസ്ട്രീഡിയം പോലെയുള്ള സ്പോർസ് ഒക്കെ സർവൈവ് ചെയ്യാറുണ്ട്. ഓക്കെ, അഡ്വാൻറ്റേജസ്, സേഫ്റ്റി കൂട്ടും. റോ മിൽക്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് സേഫ്റ്റി ഇൻക്രീസ്ഡ് ആണെന്ന് പറയുന്നത്. മൈക്രോബിയൽ ലോഡ് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഈ ബോയിലിംഗ് മെത്തേഡ്. ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻസ്, ഫോളിക് ആസിഡ്, ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അതായത് ന്യൂട്രീഷണൽ ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സെൻസറി ചേഞ്ചസ്, കുക്ക്ഡ് ഫ്ലേവർ, പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ, ക്രീം ലെയർ ഫോർമേഷൻ ഓവർ ദ മിൽക്ക്, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് മിൽക്ക് ബോയിലിംഗിന് ഉണ്ടാവുന്ന ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? ലോസ് ഓഫ് വൈറ്റമിൻ സി, ഫോളിക് ആസിഡ്, ബി കോംപ്ലക്സ് വൈറ്റമിൻസ്, സെൻസറി ചേഞ്ചസ്, കുക്ക്ഡ് ഫ്ലേവർ, protein denaturation and cream layer formation. Okay. Then the third method is sterilization. Sterilization എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ മൈക്രോ ഓർഗാനിസംസിനെയും, സ്പോർസ് ഉൾപ്പെടെയുള്ള എല്ലാ ഓർഗാനിസത്തിനെയും ഡിസ്ട്രോയ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇൻ കണ്ടെയ്നർ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ എന്താ പറയുക 110 to 120 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 to 20 മിനിറ്റ്സിന് മിൽക്ക് എന്ത് ചെയ്യുന്നു? ബോയിൽ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യും. ടെമ്പറേച്ചർ എത്രയാണ്? 110 to 120 ഡിഗ്രി സെൽഷ്യസ് ഫോർ 10 to 20 മിനിറ്റ്സ്. മിൽക്ക് സീൽ ബിഫോർ ഹീറ്റിംഗ്. ഹീറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ മിൽക്ക് പ്രോപ്പർ ആയിട്ട് സീൽ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ പ്രോസസ് ദാറ്റ് ഡിസ്ട്രോയ്സ് ഓൾ ദ മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡിംഗ് ബാക്ടീരിയൽ സ്പോർസ്. Then in container sterilization ആണെങ്കിൽ 110 to 120 degree Celsius for 10 to 20 minutes and milk should be sealed before heating. Okay. Then microbiological effects നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റേറ്റീവ് സെൽസ്, സ്പോർസ്, ഈസ്റ്റ്, മോൾഡ് ഒക്കെ കില്ലാവാറുണ്ട്. അതായത് ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് സ്റ്റെറിലൈസേഷൻ വഴി നശിച്ചു പോവാറുണ്ട്. ഓക്കെ,
Shelf life is minimum 30 days without refrigeration. Refrigeration ഇല്ലാതെ തന്നെ 30 days വരെ നമുക്ക് പ്രോപ്പർ ആയിട്ട് സൂക്ഷിക്കണം. പ്രോപ്പർ ആയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു സീൽ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സീൽഡ് ആയിട്ട് തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 30 days എങ്കിലും അത് കേടാവാതെ ഇരിക്കണം. എന്നാലേ ഉള്ളൂ പ്രോപ്പർ സ്റ്റെറിലൈസേഷൻ നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. Then common survivors എന്ന് പറയുമ്പോൾ ബാസിലസ് പോറോ തെർമോഡ്യൂറൻസ് പോലെയുള്ള ഹൈലി ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ചില സ്പോർസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ ചിലപ്പം എന്താണ് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് കോമൺ സർവൈവേഴ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്? വെരി ഹീറ്റ് റെസിസ്റ്റന്റ് സ്പോർസ് മേ റിമെയിൻ ബട്ട് ആർ ഇൻകേപ്പബിൾ ഓഫ് ഗ്രോത്ത്. ഓക്കെ, അപ്പൊ അവർ സർവൈവ് ചെയ്യാം, പക്ഷേങ്കിൽ അവർ ഗ്രോ ചെയ്യുവോ ഇല്ലയോ നമുക്ക് കൺഫ്യൂഷൻ. അതായത് പിന്നെ നോർമൽ ടെമ്പറേച്ചറിലെത്തി കുറെ ടൈം എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ജെർമിനേറ്റ് ചെയ്ത് വെജിറ്റേറ്റീവ് സെൽസ് ആയിട്ട് മാറാം. ഓക്കെ, അപ്പോൾ ക്വാളിറ്റി ചേഞ്ചസ് ഉണ്ടാവും, അതൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. മൈലഡ് ബ്രൗണിങ്, കാരമൽ ഫ്ലേവർ, പ്രോട്ടീൻ ഡീനേച്ചറേഷൻ ഒക്കെ ഉണ്ടാവാം. ഓക്കെ, മിൽക്കിന് ചിലപ്പോൾ ഒരു ബ്രൗണിഷ് ഡിസ്കളറേഷൻ ഒക്കെ വരാം. അപ്പോൾ നമ്മൾ ഹീറ്റ് യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഹീറ്റ് യൂസ് ചെയ്യാത്തുള്ള മെത്തേഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഇസ് പൾസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഓർ PEF. ഓക്കെ, അപ്പോൾ പൾസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈ വോൾട്ടേജിലുള്ള ഇലക്ട്രിക് പൾസസ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലിക്വിഡ് മിൽക്കിലേക്ക് കടത്തിവിടുന്നു. ഓക്കെ, ലൈക്ക് ടിപ്പിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന 20 to 80 kW/cm എന്ന രീതിയിലാണ്. വെറും മൈക്രോ സെക്കൻഡ്സ് മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ബാക്ടീരിയാസിൻ്റെ ഒക്കെ സെൽ മെംബ്രെയിനിന് ഡാമേജ് ഉണ്ടായിട്ട് സെല്ലിൽ ഉണ്ടാവുന്ന കണ്ടൻസ് എല്ലാം ലീക്ക് ഔട്ട് ചെയ്തിട്ട് സെൽ ഡെത്ത് ഉണ്ടാവാറാണ് പതിവ്. ഓക്കെ, അപ്പം എന്താ നമ്മൾ പറഞ്ഞത്? പൾസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. പൾസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് short pulses of high voltage electric fields to liquid foods. Typical intensity is 20 to 80 kilowatt per centimeter for microseconds. And principle പറയുമ്പോൾ ഇലക്ട്രോപോറേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡിന്റെ ഇതാണ് പ്രിൻസിപ്പിൾ ആണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഒരു സബ്സ്റ്റൻസിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ആ ബാക്ടീരിയയുടെ മൈക്രോബിയൽ സെൽ മെംബ്രെയിൻ ഡാമേജ് ആവുകയും സെൽ കണ്ടൻസ് ലീക്ക് ഔട്ട് ചെയ്തിട്ട് സെൽ ഡെത്ത് കോസ് ചെയ്യും. ഓക്കെ, മൈക്രോബയോളജിക്കൽ എഫക്ട്സ് എന്തൊക്കെയാന്ന് നോക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എഫക്റ്റീവ് അഗെയിൻസ്റ്റ് വെജിറ്റേറ്റീവ് ബാക്ടീരിയ, ഈസ്റ്റ്, മോൾഡ്, ബട്ട് ബാക്ടീരിയൽ സ്പോർസ് സർവൈവ് ചെയ്യാറുണ്ട്. And advantages of this method are better quality retention. It can preserve vitamins, flavor, aroma, color. ഒരു ചേഞ്ചും വരത്തില്ല, കാരണം നമ്മളിവിടെ ഹീറ്റ് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റി ആണെങ്കിലും ഫ്ലേവർ ആണെങ്കിലും അരോമ എന്താണെങ്കിലും ഒരു ചേഞ്ചും അത് ഉണ്ടാക്കത്തില്ല. ആൻഡ് ലിമിറ്റേഷൻസ് പറയുമ്പോൾ എന്താണ്? ഈ നമ്മൾ ഓൾറെഡി പറഞ്ഞു ചില ഓർഗാനിസംസ് ഒക്കെ സർവൈവ് ചെയ്യാം അല്ലേ? അപ്പം എപ്പോഴും ഇത് നമ്മൾ കമ്പൈൻ ചെയ്ത് വേണം ഉപയോഗിക്കാൻ. ലൈക്ക് റെഫ്രിജറേഷൻ അല്ലെങ്കിൽ മൈൽഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ ഈ ഒരു മെത്തേഡും കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സേഫ്റ്റി ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അതല്ലാതെ ഈ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി cannot ensure that the milk is safe. Next method is microfiltration. മൈക്രോഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് മിൽക്ക് അതിലെ കൂടെ പാസ് ചെയ്യാൻ അനുവദിക്കുന്നു. അപ്പോൾ ബാക്ടീരിയാസ് ഒക്കെ അവിടെ തടഞ്ഞു നിൽക്കും. ഓക്കെ, അപ്പോൾ മെംബ്രെയിൻ ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ പോർ സൈസസ് 0.1 to 10 മൈക്രോമീറ്റർ മാത്രം പോർ സൈസ് ഉള്ള മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് മിൽക്ക് പാസസ് ത്രൂ ദീസ് സ്പെഷ്യലൈസ്ഡ് മെംബ്രെയിൻസ്. ആൻഡ് ഇവിടെ എന്താ നടക്കുന്നത്? മൈക്രോ ഓർഗാനിസംസിനെ നമ്മൾ ഫിസിക്കലി റിമൂവ് ചെയ്യാണ്, അല്ലാതെ വേറെ ഒരു മെത്തേഡ് നമ്മളവിടെ യൂസ് ചെയ്യുന്നില്ല. മൈക്രോബ്സിനെ അവിടെ കില്ല് ചെയ്യുന്നില്ല. ഓക്കെ, മൈക്രോബ്സ് നമ്മൾ ഫിൽട്രേഷൻ വഴിയാണ് റിമൂവ് ചെയ്യുന്നത്. അവിടെ മൈക്രോബ്സ് ഒരിക്കലും കിൽഡ് ആവുന്നുമില്ല. Then it removes bacteria, somatic cells, spores ഒക്കെ റിമൂവ് ആവാം. ആൻഡ് ലിസ്റ്റീരിയ, സാൽമോണല്ല, ബാസിലസ് സ്പോർസ്, ക്ലോസ്ട്രീഡിയം സ്പോർസ് പോലെയുള്ള ഓർഗാനിസംസ് വൈസും റിമൂവ് ആവാറുണ്ട്. Then advantages are heat damage ഉണ്ടാവുന്നില്ല. Then flavor മെയിൻറ്റെയിൻ ചെയ്യാം, ന്യൂട്രീഷണൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു.
പിന്നെ മിൽക്കിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടാം, അതായത് എക്സ്റ്റെൻഡഡ് ഷെൽഫ് ലൈഫ് മിൽക്ക് ഓർ ESL മിൽക്ക് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം വെൻ ഇറ്റ് ഈസ് കമ്പൈൻഡ് വിത്ത് HTST പാസ്ചറൈസേഷൻ. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ ഫിൽട്രേഷൻ, മെംബ്രെയിൻ ഫിൽട്രേഷന്റെ കൂടെ HTST പാസ്ചറൈസേഷനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ് ആണ്. ആൻഡ് അതാണ് നമ്മൾ ESL മിൽക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, limitations, viruses and very small particles may pass through. നമ്മൾ പറഞ്ഞു ഈ pore size എന്ന് പറയുമ്പോൾ ബാക്ടീരിയാസിനെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ അതിലും ചെറുതാണ് നമ്മുടെ വൈറസും, അതുപോലെ തന്നെ അതിലും ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത്, പ്രയോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്. അപ്പോൾ അങ്ങനെയുള്ളവർ ചിലപ്പം പാസ് ചെയ്തിട്ട് മിൽക്കിൽ പ്രസന്റ് ആയി ഡാമേജ് ഉണ്ടാക്കാം. ഓക്കെ, then bacteriophagon. Bacteriophagon is the mechanical removal of bacteria and spores by high speed centrifugation. നമ്മൾ മിൽക്കിൽ സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഈ ബാക്ടോഫ്യൂഗേഷൻ എന്ന് പറയുമ്പോൾ. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, മെക്കാനിക്കലി നമ്മൾ ബാക്ടീരിയനെ റിമൂവ് ചെയ്യുന്നു. ബാക്ടീരിയനെയും അതുപോലെ തന്നെ സ്പോറിനെയും നമ്മൾ ഹൈ സ്പീഡ് സെൻട്രിഫ്യൂഗേഷൻ വഴി റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് സ്പോറിന്റെ ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇത് ഈ ഒരു മെത്തേഡ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം സ്പോറിനെയും റിമൂവ് ചെയ്യും, ബാക്ടീരിയാസിനെയും റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മിൽക്കിനെ കഴിഞ്ഞും ഡെൻസിറ്റി കൂടുതലുള്ള ഒരു കമ്പോണന്റ് സാധനമാണ് ഈ പറയുന്ന സ്പോർ എന്ന് പറയുന്നത്. അപ്പം ഹൈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നമ്മൾ യൂസ് ചെയ്ത മിൽക്കിൽ നിന്ന് സ്പോർ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് അടിഞ്ഞുകൂടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്താ പറഞ്ഞത്, ബാക്ടോഫ്യൂഗേഷൻ ആണ് പറഞ്ഞത്, which is the mechanical removal of bacteria and spores by high speed centrifugation. Then it is developed mainly to reduce the spore load in the milk. Principle നോക്കുകയാണെങ്കിൽ spores are denser than milk, so high centrifugal force separates them. Okay, equipments ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബാക്ടോഫ്യൂജ്, സെൻട്രിഫ്യൂജ് ഉണ്ട്. അതുപോലെ തന്നെ സ്പീഡ് നോക്കുകയാണെങ്കിൽ 5000 to 10,000 RPM അല്ലെ അതിലും കൂടുതൽ സ്പീഡിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എന്തൊക്കെ കമ്പോണൻസ് ആണ് റിമൂവ്ഡ് ആവുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും സ്പോർട്സിനെ ഉദ്ദേശിച്ചുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. അപ്പം ബാസിലസ് സ്പോർട്സ്, ക്ലസ്ട്രീഡിയം സ്പോർട്സ് ഒക്കെ റിമൂവ് ആവുന്നു. ചിലപ്പോൾ 90 to 99% ആണ് ഇതിന്റെ റിഡക്ഷൻ കേപ്പബിലിറ്റി പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെൻട്രിഫ്യൂഗേഷന്റെ എഫിഷ്യൻസിനെ അനുസരിച്ച് ചിലപ്പോൾ 90 ആവും, ചിലപ്പോൾ അതിലും താഴെ ആയിരിക്കും. അപ്പം നല്ല എഫിഷ്യൻ്റ് ആണെങ്കിൽ 99%ഉം റിമൂവ് ആയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ബാക്ടോഫ്യൂഗേഷൻ മെയിൻ ആയിട്ടും സ്പോർട്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജസ് ആർ നോ ഹീറ്റ് ഡാമേജ്, ഇംപ്രൂവ് ഷെൽഫ് ലൈഫ് ആൻഡ് റെഡ്യൂസ് സ്പോയിലേജ്. ലിമിറ്റേഷൻസ്, ഡസ് നോട്ട് കിൽ മൈക്രോ ഓർഗാനിസംസ്, ഓൺലി റിമൂവ് ദം ഫിസിക്കലി. നമ്മൾ മെംബ്രെയിൻ ഫിൽട്രേഷനിൽ പറഞ്ഞതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസംസിനെ കില്ല് ചെയ്യുന്നില്ല, ഫിസിക്കലി നമ്മൾ റിമൂവ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുമ്പം എന്താണ്, മിൽക്കിന്റെ കമ്പോസിഷനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം അഡ്ജസ്റ്റ്മെന്റ് ഓഫ് മിൽക്ക് കമ്പോസിഷൻ ടു ഡിസയർഡ് ഫാറ്റ് ആൻഡ് സോളിഡ് നോൺ ഫാറ്റ് ലെവൽ, SNF ലെവലിൽ എത്തിക്കുക. അപ്പം നമുക്കൊരു ഡിസയർഡ് ലെവൽ ഉണ്ടാവും, അപ്പോൾ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിന് ഡയറക്റ്റ് ആയിട്ട് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ മൈക്രോബയോളജിക്കൽ സിഗ്നിഫിക്കൻസ് മിൽക്കിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഓക്കെ, ഡയറക്ട്ലി അതിന് എന്താ പറയുക, സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്നത് വഴി മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യത്തില്ല, പക്ഷെ അതിന് ഇൻഡയറക്റ്റ് റോൾസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പം അത് ഓൾറെഡി പറഞ്ഞു എന്താണ്, സ്റ്റാൻഡർഡൈസേഷൻ ഇറ്റ്സെൽഫ് ഡസ് നോട്ട് ഡിസ്ട്രോയ് ദ മൈക്രോ ഓർഗാനിസം, ഹവർ ഇറ്റ് ഇംപ്രൂവ് ദ പ്രോസസ്സിംഗ് എഫിഷ്യൻസി. അതായത് നമ്മൾ ഈ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള മെത്തേഡ്സ് ലൈക്ക് പാസ്ചറൈസേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസി കൂടും. അതുപോലെ തന്നെ പാസ്ചറൈസേഷനിൽ ഹീറ്റ് പെനട്രേഷൻ യൂണിഫോം ആയിട്ട് നടക്കും. Then ensure product consistency, പ്രൊഡക്റ്റിന്റെ കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യാൻ പറ്റും. Reduce variability in microbial growth patterns and prevents quality defects. Consistent fat content improves product stability. അപ്പോൾ മൈക്രോബയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഡയറക്റ്റ് ആയിട്ടില്ല, പക്ഷേങ്കിൽ പാസ്ചറൈസേഷനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതായത് it improves processing efficiency, uniform heat penetration during pasteurization, then ensure product consistency
Then reduce variability in microbial growth patterns and prevents quality defects, and also കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഫാറ്റ് കണ്ടന്റ് മിൽക്കിൽ പ്രൊവൈഡ് ചെയ്ത് മിൽക്കിന്റെ സ്റ്റെബിലിറ്റിനെ എൻഹാൻസ് ചെയ്യുന്നു. ഓക്കെ. Then typically standardized milks നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഹോൾ മിൽക്ക് ആയിട്ടും ടോൺഡ് മിൽക്ക് ആയിട്ടും ഡബിൾ ടോൺഡ് മിൽക്ക് ആയിട്ടും സ്കിംഡ് മിൽക്ക് ഒക്കെ ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഇസ് ഹോമജനൈസേഷൻ. ഹോമജനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Mechanical reduction of fat globule size by forcing the milk through narrow valves under high pressure. ഹൈ പ്രഷർ കൊടുത്തിട്ട് നമ്മൾ മിൽക്കിനെ ചെറിയ വാൽവിൽ കൂടെ കടത്തി വിടും. അപ്പൊ എന്ത് സംഭവിക്കും? വലിയ വലിയ ഫാറ്റ് ഗ്ലോബ്യൂൾസ് മിൽക്കിലുണ്ടെങ്കിൽ അതിന്റെ എല്ലാം എന്താണ് സൈസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഹൈ പ്രഷർ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഹൈ പ്രഷർ മീൻസ് 100 to 250 ബാർ പ്രഷർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് ഹോമജനൈസേഷൻ? It is the mechanical reduction of fat globule size by forcing the milk through narrow valves under high pressure. Okay, pressure is 100 to 250 bar. Okay. So, what are the objectives of this homogenization methods? They are to prevent cream separation. Milkil ninnu cream separation prevent cheyan vendite cheyam. അപ്പോൾ എപ്പോഴാണ് ക്രീം സെപ്പറേറ്റ് ചെയ്യുന്നത്? വലിയ വലിയ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഉള്ളപ്പോഴാണ്. അപ്പോൾ അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അപ്പിയറൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് ഹോമജനൈസേഷൻ മെത്തേഡ്. ഏതൊക്കെയാണ്? ക്രീം സെപ്പറേഷൻ പ്രിവെന്റ് ചെയ്യുക, ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യുക, ആൻഡ് അപ്പിയറൻസ് ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ. ഇനി ഫിസിക്കൽ ചേഞ്ചസ് എന്താണ് മിൽക്കിൽ അപ്പോൾ ഹോമജനൈസേഷൻ വഴി സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു ഫാറ്റ് ഗ്ലോബ്യൂൾസിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നോർമലി മിൽക്കിൽ പ്രസന്റ് ആയിട്ടുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 to 10 മൈക്രോമീറ്റർ ആണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഈ 3 to 10 മൈക്രോമീറ്റർ വരുന്ന ഫാറ്റ് ഗ്ലോബ്യൂൾസിന്റെ സൈസ് നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? 0.2 to 2 മൈക്രോമീറ്റർ ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ. അപ്പൊ ആ മിൽക്കിന് ഒരു യൂണിഫോം അപ്പിയറൻസ്, അങ്ങനെ നമുക്ക് ക്രീം സെപ്പറേഷനും ടെക്സ്ചർ കൂട്ടാം, അപ്പിയറൻസ് ഇംപ്രൂവ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് പോസിബിൾ ആയിട്ട് വരും. ഓക്കെ. അപ്പൊ നമ്മൾ മുമ്പേ പഠിച്ച എന്താ പറയാ സ്റ്റാൻഡർഡൈസേഷൻ, അതുപോലെ ഇപ്പൊ പഠിക്കുന്ന ഹോമജനൈസേഷൻ, ഈ രണ്ട് മെത്തേഡിനും ഡയറക്റ്റ് ആയിട്ട് മൈക്രോബിയൽ എന്താ പറയാ ആസ്പെക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് റോൾ ഇല്ല. ബോത്ത് ഓഫ് ദം ഹാവ് ഇൻഡയറക്റ്റ് റോൾസ് ആണ് ഉള്ളത്. ഓക്കെ. അപ്പൊ ഇതിന്റെ മറ്റേതിന്റെ ഇൻഡയറക്റ്റ് റോൾ നമ്മൾ പറഞ്ഞു. എന്താണ്? നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പാസ്ചറൈസേഷൻ ഒക്കെ ഈവൻ ആയിട്ട് നടക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആൻഡ് ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട് ഇതിന് കേട്ടോ. പോസിറ്റീവ് സൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂട്രിയൻസ് എല്ലാം യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മിൽക്കിൽ ക്രീം ലെയർ ഫോമേഷൻ ഉണ്ടാവുന്നത് കുറയ്ക്കാൻ പറ്റും. ആൻഡ് പ്രൊഡക്റ്റിന്റെ സ്റ്റെബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതാണ് പോസിറ്റീവ് സൈഡ് ഓഫ് എന്താണ് ഹോമജനൈസേഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ന്യൂട്രിയൻസ്, റെഡ്യൂസ്ഡ് ക്രീം ലെയർ കണ്ടാമിനേഷൻ, എൻഹാൻസ്ഡ് പ്രൊഡക്റ്റ് സ്റ്റെബിലിറ്റി. Okay. ഇനി what are the negative effects? നെഗറ്റീവ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പാസ്ചറൈസേഷന് മുമ്പാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, പാസ്ചറൈസേഷൻ ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ എന്താ പറഞ്ഞത് ഈ ഒരു ഹോമജനൈസേഷൻ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? പാസ്ചറൈസേഷന് മുമ്പ് അപ്പോൾ മിൽക്കിൽ എന്ത് പ്രസന്റ് ആയിരിക്കും? വലിയ വലിയ ഫാറ്റ് ഗ്ലോബ്യൂൾസ് പ്രസന്റ് ആയിരിക്കും. അപ്പോൾ ബാക്ടീരിയ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ഫാറ്റ് ഗ്ലോബ്യൂൾസിൽ പോയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ. അപ്പം നമ്മൾ പാസ്ചറൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ചൂടാവും, ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഡിസ്പേഴ്സ്ഡ് ആയി പോകും. അപ്പോൾ ഫാറ്റ് ഗ്ലോബ്യൂൾസിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബാക്ടീരിയ ഡിസ്പേഴ്സ്ഡ് ആയി പോകും. ഓക്കെ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പാസ്ചറൈസേഷന് മുമ്പ് എന്ത് ചെയ്യാൻ പാടില്ല? ഹോമജനൈസേഷൻ ചെയ്യാൻ പാടില്ല. ഓക്കെ. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി ഓൾവേസ് കമ്പൈൻഡ് വിത്ത് പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷന്റെ കൂടെ മാത്രമേ നമ്മൾ ചെയ്യാനായിട്ട് പാടുള്ളൂ.
Okay, അപ്പോൾ എന്താ നെഗറ്റീവ് എഫക്റ്റ് പറഞ്ഞത്? If performed before pasteurization, bacteria attached to fat globules may be dispersed and therefore homogenization is usually combined with pasteurization. And what are the effect of the microorganism? Microorganismsൽ എന്തൊക്കെ effects ആണ് ഇവർ ഉണ്ടാക്കുന്നത്? Okay, അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ പറഞ്ഞ മെത്തേഡും അതുപോലെ തന്നെ മുൻപേ പഠിച്ചിട്ടുള്ള സ്റ്റാൻഡർഡൈസേഷൻ മെത്തേഡും എന്താണ് ഡയറക്റ്റ് ആക്ടിങ് മെത്തേഡ്, ഡയറക്റ്റ് ആയിട്ട് ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല, മൈക്രോബിയൽ സിഗ്നിഫിക്കൻസ് ഇല്ല. അതുപോലെ തന്നെ ഇത് രണ്ടും നമ്മുടെ സ്റ്റാൻഡർഡൈസേഷനും ഹോമജനൈസേഷനും രണ്ടും ഒരു പ്രിസർവേഷൻ മെത്തേഡ് അല്ല, മിൽക്കിന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹോമജനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫാറ്റ് ഗ്ലോബ്യൂൾസിന്റെ സൈസ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ മറ്റേ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുമ്പോൾ മിൽക്കിന്റെ ആ ഒരു ഫാറ്റ് കണ്ടന്റും എല്ലാം ആ ഒരു സിഗ്നിഫിക്കന്റ് ലെവലിൽ എത്തിക്കുക എന്നുള്ളതാണ് മറ്റതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ട് അതർ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ മൈക്രോബയോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഡിഫറെന്റ് മൈക്രോബിയൽ പ്രോസസ് അല്ലെങ്കിൽ എന്താ പറയുക മിൽക്ക് പ്രോസസ്സിംഗ് ടെക്നിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. പാസ്ചറൈസേഷൻ പറഞ്ഞു, അതുപോലെ തന്നെ എന്താ പറഞ്ഞത് സ്റ്റെറിലൈസേഷൻ പറഞ്ഞു, ബോയിലിംഗ് പറഞ്ഞു, ബാക്ടോഫ്യൂഗേഷൻ, മെംബ്രെയിൻ ഫിൽട്രേഷൻ, ദെൻ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഹോമജനൈസേഷൻ, അതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസേഷൻ. ഇത്ര എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെയാണ് ഞാൻ ക്ലാസ്സുകൾ എടുത്തത്. അപ്പോൾ ഇത്ര എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.